നമസ്കാരം സർ. നമസ്കാരം സർ, സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. സിദ്ദിഖിന് 2 ആഴ്ചത്തേക്ക് ആശ്വാസമാണ്, 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇത് നേരത്തെ അറിയാമായിരുന്നിട്ടാണോ സിദ്ദിഖ് ഇങ്ങനെ ഒളിച്ചുകളി നടത്തിയത്? ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് സിദ്ദിഖിന് ജാമ്യം ലഭിച്ചില്ല, അതോടെയാണ് സിദ്ദിഖ് ഒളിവിലേക്ക് പോയത്. അപ്പോൾ സിദ്ദിഖിനെ പോലെ പണമുള്ള ഉന്നത സ്വാധീനമുള്ളവർക്ക് സുപ്രീം കോടതിയിൽ പോകാം. സാധാരണക്കാരനാണെങ്കിൽ ഹൈക്കോടതിയുടെ ഈ ഹൈക്കോടതി നൽകുന്ന ഈ ഒരു ഉത്തരവിൽ ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നോ? തീർച്ചയായിട്ടും. അതിലെന്താ സംശയം, എന്താ അക്കാര്യത്തിലുള്ളത്? ഇപ്പം ഹൈക്കോടതി ബെയിൽ ആപ്ലിക്കേഷൻ സിദ്ദിഖിന്റെ തള്ളുന്നു. അന്നേ ദിവസം തന്നെ സിദ്ദിഖ് ഒളിവിലേക്ക് പോകുന്നു. അത് പോലീസിന്റെ സഹായം കിട്ടിയെന്ന് പറയുന്നു, സഹായം കിട്ടിയില്ല എന്ന് പറയുന്നു. എന്ത് തന്നെ ആയാലും സിദ്ദിഖ് ഒളിവിൽ പോയി. സിദ്ദിഖിന്റെ അഭിഭാഷകര്, കേരളത്തിലെ അഭിഭാഷകര് സുപ്രീം കോടതിയിലെ ഏറ്റവും മികച്ച മുകുൾ റോത്തഗിയെ പോലുള്ള ഒരു സീനിയറായ അഭിഭാഷകനെ ലക്ഷങ്ങൾ, മണിക്കൂറുകൾക്കല്ല മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അഭിഭാഷകനെ സമീപിക്കുന്നു. അവര് സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നു. ഇന്ന് ഒരു ഇന്റർവ്യൂ ഇടക്കാല ബെയിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. അതായത് കേസിനകത്തില് എനിക്ക് തോന്നുന്നു 2 ആഴ്ചത്തേക്കാണെന്ന് തോന്നുന്നു. അത്രയും ദിവസത്തേക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തെന്നുള്ള ഒരു ഉത്തരവ് കിട്ടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പിന്നെ ഇപ്പം ജില്ലാ കോടതികൾ കാണുന്നതിനേക്കാട്ടിൽ വിശാലമായ ഹൈക്കോടതി കാണുന്നതിനേക്കാട്ടിൽ കുറച്ചുകൂടി വിശാലമായി കേസുകളെ കുറച്ചുകൂടി വിശാലമായി അധികാരവും വലുതാണ്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി പരിശോധിച്ചപ്പോൾ, കേസ് ഡയറി പരിശോധിക്കുകയോ അല്ലെങ്കിൽ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തീർച്ചയായിട്ടും തോന്നിക്കാണും ഇത് ബെയിൽ കിട്ടാൻ അർഹതയുള്ള ഒരു കേസാണ്. ഒന്ന്, എഫ്ഐആർ ലോഞ്ച് ചെയ്യുന്നതിനകത്ത് ഇത്രയും കാലത്തെ ഒരു വളരെ നീണ്ട വർഷങ്ങളുടെ നീണ്ട ഒരു ഡിലേ, അത് ഏത് കോടതിയും കൺസിഡർ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ സിദ്ദിഖിന് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടുമെന്നായിരുന്നു ഞങ്ങൾ അഭിഭാഷകരായ പലരുടെയും ധാരണ. സിദ്ദിഖിന് ഇപ്പൊ പോക്സോ വകുപ്പാണെങ്കിൽ പോലും സിദ്ദിഖിന് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുണ്ട്. ഒരുപക്ഷെ സിദ്ദിഖും അല്ലെങ്കിൽ സിദ്ദിഖിന്റെ അഭിഭാഷകനും ധരിച്ചിരുന്നത് സിദ്ദിഖിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് തന്നെ ആയിരുന്നിരിക്കാം. ഇപ്പൊ എന്തായാലും ഈ കേസിനകത്തിൽ പ്രഥമ ദൃഷ്ടിയ കേസിനകത്തിൽ ഒരു ഇടക്കാല ജാമ്യത്തിനാണെങ്കിൽ പോലും അർഹതയുണ്ട് എന്ന് കണ്ടെത്തുകയും ഒരു ജാമ്യം അനുവദിച്ചിരുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പിന്നെ ഇതിനകത്ത് അത്ഭുതപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. പിന്നെ ചോദിച്ച ചോദ്യത്തിനകത്തിലെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഒരു ചോദ്യം. ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുന്ന ജാമ്യത്തെക്കാൾ പ്രസക്തിയുള്ള ചോദ്യം, സാധാരണക്കാരനാണ് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്നതെങ്കിൽ എന്താകുമായിരുന്നു? സാധാരണക്കാരനാണെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുമായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ അയാളെ പോലീസ് ഹൈക്കോടതി ജാമ്യം തള്ളിയ സമയത്ത് തന്നെ അയാളുടെ ടവർ കണ്ടെത്തി അല്ലെങ്കിൽ അയാളുടെ ലൊക്കേഷൻ കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു. അയാൾ നീണ്ട ജയിൽവാസത്തിലേക്ക് പോകുമായിരുന്നു. ഇപ്പം നമ്മുടെ ഒരുപാട് ജനാധിപത്യവും അല്ലെങ്കിൽ ഈക്വാലിറ്റി, തുല്യതയും ഒക്കെ പറയുമെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉള്ള സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ അതിനുള്ള ആൾബലമോ ഒക്കെ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും രണ്ടുപേർക്ക് നീതി കിട്ടുമെങ്കിൽ പോലും കുറച്ചുകൂടി നീതി എളുപ്പത്തിൽ കിട്ടാൻ സ്വാധീനവും പണവും ഉള്ളവർക്ക് കുറച്ചുകൂടെ ഒക്കെ വഴിതെളിക്കും. പക്ഷെ അത് കോടതിയുടെ കുറ്റമല്ല. ഇത് ഒരിക്കലും നമ്മളതിന് കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പലപ്പോഴും കുറച്ചുകൂടി വിശാലമായി കേസുകളെ കാണാൻ ഇപ്പൊ നമുക്ക് കേരളത്തിലെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിൽ ഇതൊരു വലിയ വിഷയമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, മീറ്റു വെളിപ്പെടുത്തൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാളത്തിലെ നടികളും എക്സ്ട്രാ നടികളും അല്ലെങ്കിൽ അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്നവരും പറ്റിയ വെളിപ്പെടുത്തലുകളൊക്കെ ഇവിടെ ചർച്ചയായെങ്കിലും
നമുക്ക് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ അതൊരു വലിയ കണ്ടന്റ് ഉള്ള കാര്യമല്ല. അപ്പൊ അത് വ്യത്യാസമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു മാധ്യമ വിചാരണ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് സിദ്ദിഖിന്റെ ജാമ്യം കിട്ടുന്നതിനെ സംബന്ധിച്ച്. ഇതെല്ലാം പ്രധാനമായിട്ടും അത് കേസിന്റെ മെറിറ്റിനേക്കാൾ ഉപരി ഈ ചർച്ച ചെയ്യുന്നതെല്ലാം തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു 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 മത്സരമുണ്ടല്ലോ, മാധ്യമങ്ങൾ തമ്മിലുള്ള ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടിയുള്ള മത്സരങ്ങൾ. ആ മത്സരങ്ങളിലാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഗുണഭോക്താക്കൾ. ആ മത്സരങ്ങളുടെ വിധി മൃഗങ്ങളായി മാറുകയാണ് പലപ്പോഴും ഇത്തരത്തിൽ വാർത്തകൾ എന്നുള്ളതാണ് യഥാർത്ഥ സത്യത. സാർ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇതിലിപ്പോ സുപ്രീം കോടതിയെ ജാമ്യം പരിഗണിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഈ 8 വർഷക്കാലം എവിടെയായിരുന്നു പരാതി കൊടുക്കാതെ എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ ഈ ഇര പീഡിപ്പിക്കപ്പെടുമ്പോൾ തന്നെ പരാതി കൊടുക്കണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇത്ര കാലയളവിനുള്ളിൽ പരാതി നൽകിയിരിക്കണം എന്നുള്ള ഒരു തീരുമാനമാണോ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ ആ ജാമ്യ ഉത്തരവ് കണ്ടിട്ടില്ല. എന്നാൽ പോലും സ്വാഭാവികമായിട്ടും ഒരു 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 പീഡനത്തിന് വിധേയമാകുന്ന പെൺകുട്ടി അത് വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു 6, 7, 8 വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി തന്നെ ഇത് പ്രായപൂർത്തിയായതിനു ശേഷം കുറച്ച് വർഷങ്ങൾക്ക് മുന്നിന് ശേഷം വെളിപ്പെടുത്തുമ്പോൾ അതിനകത്തൊരു സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പ്രതിക്ക് അനുകൂലമായി വരുമെന്നുള്ളത് നമുക്ക് സാധാരണ നിലയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ. അതിനകത്തൊരു അത്ഭുതമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി ഒരു വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. ഈ ഇദ്ദേഹം 350 കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, കേരളത്തിലെ മലയാളികളുള്ള എല്ലായിടത്തും അറിയപ്പെടുന്ന നടനുമാണ് ഇതിനകത്തിലെ പ്രതിസ്ഥാനത്തുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിക്ക് ഇതിനു മുമ്പ് തന്നെ ഇതിനെ പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ നിയമവഴിക്ക് പോകാനോ ഒന്നും യാതൊരു തടസ്സവും ഭീഷണിയും ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള വസ്തുത ഒരുപക്ഷെ സുപ്രീം കോടതി അത് പരിഗണിച്ചിട്ടുണ്ടാവും. ഈ അതിജീവിത തടസ്സ ഹർജി നൽകിയിട്ട് പോലും സിദ്ദിഖിന് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ആഴ്ചയ്ക്ക് ശേഷം ഇനി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളാനോ ഉള്ള സാധ്യതയുണ്ടോ? അതിജീവിത തടസ്സ ഹർജി ഫയൽ ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ഗുണം, ഒരു ബെനിഫിറ്റ്, സ്പെഷ്യൽ ബെനിഫിറ്റ് ഒരിക്കലും ഈ വിക്ടിമിന് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ എന്തെങ്കിലും പ്രോസിക്യൂഷൻ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ വിക്ടിമിന് സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേകമായ ഒരു അഭിഭാഷകനെ വെക്കുന്നതിനകത്ത് നിയമതടസ്സമൊന്നുമില്ല. പക്ഷെ ഇക്കാര്യത്തിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഒരു ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു ജാമ്യം നൽകുന്ന കേസ്, ഇന്ററിം ബെയിൽ കൊടുക്കുന്ന കേസിനകത്ത് വളരെ അപൂർവമായി മാത്രമേ പിന്നീട് ആ ബെയിൽ റദ്ദാക്കുന്ന ഒരു സാഹചര്യം കാണത്തുള്ളൂ. കാരണം ബെയിലിന് അർഹതയുള്ള കേസിലാണ് പലപ്പോഴും ഒരു ഇന്ററിം ബെയിൽ കൊടുക്കുന്നത്, ഇടക്കാല ബെയിൽ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതിനുശേഷം 2 ആഴ്ച കഴിയുമ്പോൾ സിദ്ദിഖിനെ ജാമ്യാപേക്ഷ തള്ളുമെന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. സിദ്ദിഖിന് അനുകൂലമായി തന്നെയാണ് കോടതി ചിന്തിച്ചിട്ടുണ്ടാവുക. ഇതിനകത്തിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചകളുണ്ടാവും, FIR രജിസ്റ്റർ ചെയ്യുന്നതിലെ കാലതാമസം പരിഗണിച്ചിട്ടുണ്ടാവാം, മറ്റു തരത്തിലുള്ള ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ പല ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് രീതിയിലായിരിക്കത്തില്ലല്ലോ ഒരിക്കലും ഒരു കോടതി, ഒരു പരിണതപ്രജ്ഞനായ ഒരു ന്യായാധിപൻ ഒരു ജാമ്യാപേക്ഷ വാദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് പരിഗണനാ വേളയിൽ ഒരിക്കലും നമ്മുടെ ഈ ചാനൽ മുറികളിൽ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നവരുടെ ആശയങ്ങളോ അവരുടെ അഭിപ്രായങ്ങളോ അല്ല അവർ നോക്കുന്നത്. കീഴ്വഴക്കങ്ങളും മറ്റു തരത്തിലുള്ള കേസിന്റെ സ്വഭാവവും, ആ കേസിനകത്തിൽ പ്രതിക്ക് ജാമ്യം കൊടുത്താൽ എന്തെങ്കിലും പ്രത്യേകമായി വിക്ടിമിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ത്രെട്ട് ഉണ്ടാകുമോ, കേസിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കപ്പെടുമോ, സാക്ഷികളെ സ്വാധീനിക്കപ്പെടുമോ, ഇത്തരത്തിലുള്ള പല. ജാമ്യം എന്ന് പറഞ്ഞാൽ ഒരു കേസിനകത്ത് ഒരു പ്രതിക്ക് ജാമ്യം കൊടുത്തു എന്നുള്ളത് ഒരിക്കലും ഒരു അപരാധമല്ല. അത് നമ്മൾ പലപ്പോഴും ജാമ്യം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തകളാക്കുമെങ്കിൽ പോലും പ്രതിക്ക് അവകാശപ്പെട്ടതാണ് ജാമ്യം. അല്ലാതെ പ്രതിക്ക്
ഒരിക്കലും ജാമ്യം നമ്മുടെ അറബ് രാജ്യത്തിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം സൗദി അറേബ്യയിലോ കുവൈറ്റിലോ ഒക്കെ ആണെങ്കിൽ ഒരു കുറ്റവാളി ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളെ പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അയാളുടെ തല വെട്ടിക്കളയും, അല്ലെങ്കിൽ അയാളെ ചാട്ടവാറ് കൊണ്ടടിക്കും, അല്ലെങ്കിൽ വളരെ പ്രാകൃതമായ ശിക്ഷാ സമ്പ്രദായങ്ങളൊക്കെ നടപ്പിൽ വരുത്തും. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അങ്ങനല്ല. ജാമ്യം കൊടുക്കേണ്ട കേസിനകത്തിൽ ജാമ്യം കൊടുക്കുക തന്നെ വേണം. ജാമ്യം കൊടുക്കാൻ യാതൊരു തരത്തിലും നിവൃത്തിയില്ലാത്ത, അന്വേഷണത്തെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇത് വിക്ടിമിന്റെ ജീവനെ ബാധിക്കുന്ന തരത്തിലുള്ള ത്രെട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ അങ്ങനെ അത്തരത്തിൽ കേസിനകത്ത് മാത്രമേ ജാമ്യം നിഷേധിക്കുന്നതിനകത്തിൽ ഒരു 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 സാങ്കത്യമുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി സാർ.